വാമ്പയർ ഫേഷ്യൽ സ്വീകരിച്ചതിനു ശേഷം HIV ബാധിച്ച സ്ത്രീകളെക്കുറിച്ചുള്ള സമീപകാല റിപ്പോർട്ട് ചില സൗന്ദര്യവർദ്ധക നടപടിക്രമങ്ങളുടെ സുരക്ഷയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. 2018 ന്യൂ മെക്സിക്കോയിലെ ഒരു സ്പായിൽ കുറഞ്ഞത് 3 സ്ത്രീകൾക്ക് രോഗം ബാധിച്ചതായി സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ റിപ്പോർട്ട് പറയുന്നു. US രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സൗന്ദര്യവർദ്ധക നടപടിക്രമവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ HIV സംക്രമണമാണിതെന്ന് വിശ്വസിക്കപ്പെടുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് വാമ്പയർ ഫേഷ്യൽ? എങ്ങനെയാണ് സ്ത്രീകൾക്ക് HIV ബാധിച്ചത്? സൗന്ദര്യവർദ്ധക ചികിത്സകൾ ലഭിക്കുമ്പോൾ അണുബാധയിൽ നിന്ന് സ്വയം സുരക്ഷിതരാകാൻ ആളുകൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? എന്താണ് വാമ്പയർ ഫേഷ്യൽ? ഒരു രോഗിയുടെ രക്തം വലിച്ചെടുക്കുകയും ഒരു സെൻട്രിഫ്യൂജ് ഉപയോഗിച്ച് അതിൽ നിന്ന് പ്ലേറ്റ്ലെറ്റ് സമ്പുഷ്ടമായ പ്ലാസ്മ വേർതിരിക്കുകയും ചെയ്യുന്നത് ഇതിൽ ഉൾപ്പെടുന്നു. പിന്നീട് ചെറിയ സൂചിക്കുത്തുകളിലൂടെ പ്ലാസ്മ വീണ്ടും മുഖത്തേക്ക് കുത്തിവെക്കുന്നു. പുതിയ കൊളാജൻ, എലാസ്റ്റിൻ എന്നിവയുടെ ഉൽപാദനത്തെ ഉത്തേജിപ്പിച്ച് ചർമ്മത്തിന്റെ തടസ്സം നന്നാക്കാൻ ഈ നടപടിക്രമം സഹായിക്കുമെന്ന് പറയപ്പെടുന്നു. ഇത് ചുളിവുകളും മുഖക്കുരു പാടുകളും കുറയ്ക്കുന്നു. ഇത് കുറച്ചു കാലമായി ആളുകൾ ചെയ്യാൻ തുടങ്ങിയിട്ട്. റിയാലിറ്റി ടെലിവിഷൻ താരം കിം കർദാഷിയാൻ 2013 ഒരു സെൽഫി പോസ്റ്റ് പങ്കിട്ടിരുന്നു. ഓൺലൈൻ ദാതാക്കളിൽ നിന്നുള്ള കണക്കുകൾ പ്രകാരം ലൈസൻസുള്ള മെഡിക്കൽ സ്പായിൽ ചികിത്സയ്ക്ക് വൻ തുക ചെലവാകും. ന്യൂ മെക്സിക്കോയിലെ സ്ത്രീകൾക്ക് HIV ബാധിച്ചത് എങ്ങനെയാണെന്ന അന്വേഷണത്തിലാണ്. 2018 വേനൽക്കാലത്ത് 40-നും 50-നും ഇടയിൽ പ്രായമുള്ള ഒരു അമേരിക്കൻ സ്ത്രീ വിദേശത്തായിരിക്കുമ്പോൾ HIV പോസിറ്റീവായി. എന്നിരുന്നാലും ആ വർഷം ആദ്യം ന്യൂ മെക്സിക്കോയിലെ ഒരു സ്പായിൽ വെച്ച് വാമ്പയർ ഫേഷ്യൽ ചെയ്തതായി അവർ റിപ്പോർട്ട് ചെയ്തു. ബോട്ടോക്സ് ഉൾപ്പെടെയുള്ള മറ്റു കുത്തിവയ്പ് സേവനങ്ങളും നൽകിയ സ്പായെക്കുറിച്ചുള്ള അണുബാധ അവിടെ നിന്നാണെന്ന സംശയം ബലപ്പെടുത്തിയിരുന്നു. സ്പാ സന്ദർശിക്കുന്നതിന് മുമ്പ് HIV പരീക്ഷിച്ച ഒരു ക്ലയന്റിനെങ്കിലും ആരോഗ്യ വിഭാഗം തിരിച്ചറിഞ്ഞിരുന്നു. 2018 അവസാനത്തോടെ സ്പാ അടച്ചുപൂട്ടാൻ നിർബന്ധിതമായി. അതിന്റെ മുൻ ഉടമ 62-കാരിയായ മരിയ ഡി ലൂർത്ത് റമോസ് ഡി റൂയിസ് 3.5 വർഷത്തെ ജയിൽ ശിക്ഷ അനുഭവിക്കുകയാണ്. ലൈസൻസ് ഇല്ലാതെ മെഡിസിൻ പരിശീലിച്ചതിന് 2022 അവർ കുറ്റക്കാരിയായി. ചികിത്സ നൽകുന്ന സൗകര്യം, രക്തം കൈകാര്യം ചെയ്യുന്ന രീതിയിലാണ് ഏറ്റവും വലിയ അപകട സാധ്യത. ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്ത രക്തം അണുവിമുക്തമാക്കേണ്ടത് അത്യാവശ്യമാണ്, അല്ലെങ്കിൽ അണുബാധ ഉണ്ടാകാം. തിരികെ കുത്തിവയ്ക്കുന്ന രക്തം ഒരേ വ്യക്തിയുടേതാണെന്നും മറ്റാരുടെ അല്ലെന്നും ഉറപ്പാക്കേണ്ടതും പ്രധാനമാണ്. അല്ലാത്ത പക്ഷം സ്വീകർത്താവിന് അസുഖം പകരാം. സ്ത്രീകൾക്ക് HIV ബാധിച്ച റിപ്പോർട്ടുകളെ തുടർന്നാണ് വാമ്പയർ ചികിത്സയിലേക്ക് ശ്രദ്ധ വരുന്നത്. പേര് പോലെ തന്നെ പേടിക്കേണ്ടതാണ് വാമ്പയർ ചികിത്സ എന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ മിറർ.